പക്ഷേ നെരിയാണി വിട്ട് താഴോട്ട് വസ്ത്രം ഇറങ്ങിയാലുള്ള ഗൗരവം ഞാനൊന്ന് പറയാം. ചെറുപ്പക്കാരൊക്കെ ഒന്ന് കേൾക്കണം. ആദ്യം മുത്തഫഖുൻ അലൈഹി ആ ഹദീസ് വായിക്കാം. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു ബഖിറാ. സ്വന്തം മുണ്ട് നെരിയാണിക്ക് താഴെ വലിച്ചിഴക്കുന്ന ആളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു അവനെ താല്പര്യപൂർവ്വം നോക്കുകയില്ല. അല്ലാഹുവിന്റെ തിരുനോട്ടം കിട്ടേണ്ട സ്ഥലത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിയില്ലേ? നോക്കൂല, ഉറപ്പാണ്. നെരിയാണിന്റെ താഴെ വസ്ത്രം കൊടുത്തവൻ അല്ലാഹു നോക്കൂല പരലോകത്ത്. വലിച്ചിഴച്ച് നടന്നവൻ അല്ലാഹുവിന് ഇഷ്ടല്ല, അല്ലാഹു നോക്കൂല. ഇത് കേട്ടാൽ തന്നെ നന്നാകും കുറെ ആളുകൾ. ഇനി അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത മുസ്ബിരിൻ നിസാറാ. മുണ്ട് വലിച്ചിഴച്ച് നടന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. മുണ്ട് വലിച്ചിഴച്ച് നടന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. എന്തിനാ നമ്മൾ നിസ്കരിക്കണം? അല്ലാഹു സ്വീകരിക്കൂല എന്നാ പറഞ്ഞു. അതിന് ഉസ്താദേ ഞാൻ ഇവിടെ വരുമ്പോൾ കയറ്റും, അതല്ല ഈ പറഞ്ഞത്. അതിനപ്പോ ഞാൻ പറയാൻ പോകും. അതാ പറഞ്ഞത് ആർക്കെങ്കിലും വിചാരം ഉണ്ടെങ്കിൽ തിരുത്തിക്കാണി. ആ പറഞ്ഞത് അതല്ല. അങ്ങനെയാണെങ്കിൽ പറയേണ്ടത് ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത മുസ്ബിരിൻ എന്ന് പറഞ്ഞുകൊണ്ട് ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത മുസ്ബിൽ വഹുവ മുസ്ബിറു നിസാറഹു. അവന്റെ മുണ്ട് കയറ്റിയെടുത്തവനാ വലിച്ചിഴക്കുന്നവനായ നിലക്ക് അല്ലാഹു അവന്റെ നിസ്കാരം സ്വീകരിക്കില്ല എന്നാ പറയേണ്ടത്. അങ്ങനെയല്ല പറഞ്ഞത്. അല്ലാഹു തആല ഒരിക്കലും അവന്റെ മുണ്ട് വലിച്ചിഴക്കുന്നവനായ നിലക്ക് അല്ലാഹു അവന്റെ നിസ്കാരം സ്വീകരിക്കില്ല. നിസ്കാരത്തിന് മുണ്ട് വലിച്ചിഴക്കുന്നവനെ കുറിച്ചല്ല പറഞ്ഞത്. മുണ്ട് വലിച്ചിഴക്കുന്ന എപ്പ വലിച്ചഴച്ചാലും അവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അങ്ങനെയാണ് ഹദീസ് പറഞ്ഞത്. ലാ യഖ്ബലുല്ലാഹു സ്വലാത്ത മുസ്ബിരിൻ നിസാറഹു. നെരിയാണിന്റെ താഴോട്ട് മുണ്ട് വലിച്ചിഴക്കുന്നവന്റെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. അത് നിസ്കാരത്തിൽ വന്നിട്ട് അങ്ങനെ കയറ്റിയാ പോരാ. ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ. എന്താ അതിന്റെ കാരണം? മഹാന്മാർ വിശദീകരിച്ചു. കാരണമുണ്ട്. എന്താ? ഇത് വലിയ വിഷയമാണല്ലോ. നിസ്കാരം സ്വീകരിക്കൂല എന്ന് പറയുമെങ്കിൽ ഇത് എന്തായാലും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിസ്കാരം സ്വീകരിക്കാത്ത ഒരു കേസാണെങ്കിൽ എന്തായാലും ഉസ്താദേ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് കുറെ ആളുകൾക്ക് ഉണ്ടാവും. എന്താ അതിന്റെ കാരണം? നിസ്കാരം സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ നിങ്ങൾ? മുണ്ട് വലിച്ചടച്ച് നിസ്കരിക്കുന്നവന്റെ നിസ്കാരം നജസ് ഉറപ്പാവന്റെ മുണ്ടിൽ. നജസോടുകൂടി നിസ്കരിച്ച നിസ്കാരം സഹിയാവൂലല്ലോ, ഉറപ്പാണ്, സ്വീകരിക്കൂല. നജസ് ഉറപ്പാണ്. ആര് പറഞ്ഞു? ഇന്ന് ഇവിടെ ദുഹർ നിസ്കരിക്കാൻ കയറി ഒരുപാട് സുഹൃത്തുക്കൾ. ആരും വിഷമിക്കരുത് ഞാൻ പറയാൻ കാരണം ഇന്ന് ഒരു ദിവസം ഇങ്ങനെ ഒരു ചെറിയ അറ്റാക്ക് എന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം ഇത് ശക്തമായ ആക്രമണ ഭാഷയിൽ പറഞ്ഞെങ്കിൽ ഇത് തിരുത്തുള്ളൂ. അതുകൊണ്ടാണ്. എന്തേ കാരണം? നമ്മള് അങ്ങാടി കൂടെ അങ്ങനെ നടന്നു പോരുകയാണ്. 1/2 മീറ്റർ താഴെയാണ്. തുണിയാണെങ്കിലും പാൻസ് ആണെങ്കിലും ഒക്കെ ഉണ്ടാവും. വലിച്ചഴിച്ച് ഇപ്പോഴൊക്കെ ഒരു പാൻസ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. വന്നിട്ട് കേറുമ്പോ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ അങ്ങോട്ട് ബാക്കി ഭാഗമൊക്കെ ചളിയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്നു. എവിടുന്നാ ഈ ചളി കിട്ടിയത്? പോരുന്ന റോട്ടുമെന്ന് ചളിക്കുണ്ടെന്ന്. അവിടെ പശു മൂത്രമൊഴിച്ചത്, അവിടെ ആ പശു കാഷ്ടിച്ചത് നജസാണെന്ന് ഉറപ്പല്ലേ? എന്നിട്ട് ഇത് കൊണ്ടുവന്നിട്ട് ഇവഞ്ഞൊന്ന് മടക്കി തെരച്ചു വെച്ചത് കൊണ്ട് നിസ്കാരം ശരിയാവോ? ഈ സാധനം ഉള്ളതോടുകൂടി ഒന്ന് നിസ്കരിച്ച നിസ്കാരം ശരിയാവോ? മാത്രമല്ല ഞാൻ പറയുന്ന ഇത്തരം ചെറുപ്പക്കാരെ കയ്യോങ്കി നിങ്ങൾ കയ്യൂക്ക് കാട്ടി പ്രതികരിക്കണം. പള്ളി കിടത്താനാക്കരുത്. പള്ളി നജസാക്കുകയാണ്. ഇത് ഞാൻ ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ വേണ്ടി പറയാൻ. ഇവൻ കയറി നിസ്കരിച്ചോടത്ത് പിന്നെ വേറൊരാൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? അവിടെ നജസായില്ലേ? എന്തുകൊണ്ട് നമ്മൾ ഇതിന്റെ ഗൗരവം ചിന്തിക്കുന്നില്ല? തീരെ ഇത് ഉൾക്കൊള്ളാൻ ഈ ഉമ്മത്ത് എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നുമല്ല. ഒരു കാര്യവും കൂടെ പറയട്ടെ. ചില മുതലാളിമാർക്കൊണ്ടൊരു ധാരണ, തുണിയൊക്കെ വലിച്ചയച്ചെങ്കിലേ ഞാൻ മുതലാളിയാവുള്ളൂ, താൽക്കാലം നടക്കൂല, പടച്ചോന്റെ അടുത്ത് കാണിച്ചല്ലോ. ചില മുതലാളിമാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. മുതലാളിയാണെങ്കിൽ തുണിയൊക്കെ ഒന്ന് വലിച്ചയച്ച് നടക്കണം. എന്നാൽ ആ ധാരണ ഉണ്ടെങ്കിൽ തിരുത്തിക്കാളാ. കാരണം നമ്മളിത് ചിന്തിക്കായിട്ടാണ് നമ്മൾ ഈ റോട്ടും കൂടെ ഇങ്ങനെ അടിച്ച് ഈ മുനിസിപ്പാലിറ്റിന്റെ പണി എന്തിനാ നമ്മൾ എടുക്കുന്നത്? ഇത് ഇങ്ങനെ അടിച്ചു വാരി ഇങ്ങനെ നടക്കുക. ഇവിടെ ഒന്ന് പോയി നോക്ക്. രാത്രി ഒരു 12 മണിക്ക് 1 മണിക്കൊക്കെ ഒന്ന് പോയി നോക്ക്. പശുക്കള ഭരണമാണ്. ഏത് സമയത്ത് ഈ നജസ് ഉറപ്പല്ലേ ഈ നമ്മുടെ ഈ പാതയോരങ്ങളിൽ
അത് നമ്മുടെ കയ്യിലും കാലിനും നമ്മുടെ വസ്ത്രത്തിലുമായിട്ട് ആ വസ്ത്രം കൊണ്ടുവന്ന് നിസ്കരിച്ചാൽ അള്ളാഹ് പൊരുത്തപ്പെടുവോ? പൊരുത്തപ്പെടൂല. എന്നാൽ ചുരുക്കം ചില ചെറുപ്പക്കാർക്ക് ഒരു അഭിപ്രായം പറയാനുണ്ടാകും, ഞാൻ എപ്പോഴും കയറ്റി വെച്ച് നടക്കുന്നവനാണ്, എനിക്ക് കുഴപ്പമുണ്ടോ? അങ്ങനെ ഉണ്ടാവും ചിലർ. ബഹുമാനപ്പെട്ട താനാളൂർ അബ്ദുസ്താദ്, അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ, ഒരു വലിയ മഹാനാണ്, നമ്മുടെ പ്രസ്ഥാനത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു മഹാനും കൂടെയാണ്. പലപ്പോഴും ജനങ്ങള് ചികിത്സക്കായി എത്തുമ്പോ ഉസ്താദിനെപ്പെട്ടുള്ളവരൊക്കെ പരിചയപ്പെട്ടുണ്ടാവും പലരും. പലപ്പോഴും മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ ഉസ്താദിന്റെ അടുത്ത് ഉണ്ടാകാറുള്ളത് സതുപദേശ ശൈലി. മരുന്നിനേക്കാൾ ഫലിക്കും സതുപദേശ ശൈലി. ഉപദേശിച്ച ആളെ നന്നാക്കുക എന്നുള്ള പരിപാടി. ഒരാള് ചെന്നാൽ ആദ്യം അയാളോട് രോഗമൊക്കെ അന്വേഷിച്ചതിന്റെ ശേഷം ആദ്യം ചോദിക്കുന്നു സുബൈക്ക് കരിച്ചിരുന്നോ നോക്കുന്നു. ഉസ്താദ് പറഞ്ഞു അധിക പേര് 75% തലയും മന്ത്രോലാണ്. സുബൈക്ക് കരിച്ചോന്ന് വെച്ചാൽ നോക്കുങ്ങൾ ഇതിനൊക്കെ ഒരു ഗൗരവം ആരോടായി ചോദിക്കണം? മാപ്പിളാരോടായി ചോദിക്കണം. ഇന്ന് സുബൈക്ക് കരിച്ചോന്ന് വെച്ചാൽ തലയിൽ ഇങ്ങനെ മന്ത്രം. ഉസ്താനോട് കളവ് പറയാൻ പേടിച്ചിട്ടാണ്, അല്ലെങ്കിൽ നല്ല ഉഷാറായിട്ടാണ് പറയുമായിരുന്നു, വണ്ടി പോപ്പിച്ചിട്ട് ഓ നിക്കരിച്ചിട്ടുണ്ട്. പക്ഷെ ഉസ്താനോട് പറയാൻ പേടിയായിട്ട് തലയും മന്ത്രോലാണ് അധിക പേരും. അപ്പൊ ഉസ്താദ് പറയും എത്ര മരുന്ന് പിടിച്ചിട്ടും കാര്യമില്ല, ഇവിടെ പോയിട്ടും കാര്യമില്ല, ഈ അന്നാവില്ല, ഈ സുബൈക്ക് വെച്ചെങ്കിലേ അന്നാവുള്ളൂ. അത് നല്ലൊരു മരുന്നാണ്. ഇത്ര നല്ല മരുന്ന് പറയുന്നില്ല, നല്ല മരുന്നാണ്. ഇയാൾ നിക്കരിക്കും ചെയ്യും. അല്ലെങ്കിൽ നോക്കി നമ്മൾ രോഗമായാലും നല്ലോണം ചെയ്യുമല്ലോ, രോഗമായാൽ നല്ലോണം ചെയ്യും. ഒരു അസ്മാന്റെ ആളോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നത്? വലിയ ഉത്തരവാദിത്തങ്ങൾ അയാൾ കൊടുക്കുക. അപ്പൊ അയാള് പറഞ്ഞു ഏതായാലും മനുഷ്യന്മാർ ഓതണില്ല, രോഗമായാലും അതിന്റെ പേരിലെങ്കിലും കുറച്ച് ഓതിക്കോട്ടെ വിചാരിച്ചു കൊടുക്കണം, അല്ലാതെ മാറാ പത്രയൊന്നും വേണ്ട, ഒരു യാസീൻ പറഞ്ഞാൽ മതി. പക്ഷെ എന്റെ തീരുമാനം അങ്ങനെയാണ്, കുറച്ചൊന്ന് മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കാന്നാണ്. അപ്പൊ എന്നുപോലെ അപ്പൊ ചെയ്യും. ഒരു തലവേദന മാറാൻ വേണ്ടി 4 ഹത്ത് ഓതണം എന്ന് പറഞ്ഞാൽ ഓതും. അതതിന്റെ കണ്ടീഷനാണ്. നേരെ മറിച്ച് സ്വർഗം കിട്ടാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതിനൊന്നും ആവൂല. എന്തേ കാരണം തലക്ക് പിടിച്ചിട്ടില്ല. തലക്കൊക്കെ പിടിക്കും ഇൻഷാ അല്ലാഹ്. 2-3 ദിവസം കഴിഞ്ഞാൽ തലക്ക് പിടിക്കുന്നത് താനെ നമുക്ക് കാണാം. അസ്ഹാബ് ശിമാൽ ഇങ്ങനെ പറയുമ്പോ, പക്ഷെ നമ്മൾ അതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ്, ഖുർആന്റെ ഭാഷ മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഇന്നഹാ തർമീ ബിശറരിൻ കൽ ഖസ്ർ, കൊട്ടാരത്തിന്റെ വലിപ്പമുള്ള തീ പൊരികളാണ് നരകത്തിലെ തീക്ക് എന്നൊക്കെ പറഞ്ഞ ആയത്ത് ഇൻഷാ അല്ലാഹ് ഓതി തരാം. അതൊക്കെ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നുണ്ട്. കൊട്ടാരത്തിന്റെ വലിപ്പം തീപ്പൊരിക്ക്, തീയിന്റെ പൊരിക്ക്. ആ തീ പിന്നെ നമ്മളങ്ങോട്ട് വരണ്ട, പറയാതെ തന്നെ അർത്ഥം വെച്ചാൽ തന്നെ പേടിച്ചു പോകും മനുഷ്യൻ. അത്രയും കടുപ്പുള്ള വാക്കുകൾ ഇൻഷാ അല്ലാഹ് അസ്ഹാബ് ഷിമാലിന്റെ ചർച്ചയിൽ കടന്നു വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു, ഉസ്താദിന്റെ അടുത്ത് ഒരിക്കൽ ഉസ്താദിന്റെ അടുത്ത് ആള് വന്നിട്ട് ആ ചെറുപ്പക്കാരൻ നിസ്കരിച്ചാണ് ഉസ്താനെ കാണാൻ. ഉസ്താദ് അവനെ നിസ്കാരം നോക്കി. അപ്പൊ ഫാൻസ് ഇങ്ങനെ തെരച്ചു വെച്ചേക്കാം. ഉസ്താദ് അവനെ പിടികൂടണം നെയ്യത്താക്കിയാണ്. ഉസ്താദ് അതൊരു രസമാണ്. ഓനെ പിടിച്ചു. മോനെ ഈ ഫാൻസ് ഇങ്ങനെ തെരച്ചു വെച്ചിട്ടാണ് നിസ്കരിച്ചത്. ഇതിന് മുമ്പ് ഇപ്പൊ അവിടെ ഒക്കെ ഇറക്കിയിട്ടായിരിക്കും നടന്നത്. അപ്പൊ പിന്നെ ഇവിടെ ഒന്ന് തെരച്ചു വെച്ചിട്ടായിട്ട് നിസ്കാരം സ്വീകരിക്കുമോ? നജസ് ഉറപ്പല്ലേ നിന്റെ വസ്ത്രത്തിൽ എന്ന് ചോദിച്ചപ്പോ ഇയാൾ പറഞ്ഞത്രേ, ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്രേ, അല്ല ഉസ്താദേ, ഞാൻ എപ്പോഴും കയറ്റി വെച്ച് നടക്കുന്ന ആളാണ്. എപ്പോഴും ഞാൻ കയറ്റി വെച്ചാൽ നടക്കരുത്. ഞാനത് എന്താക്കാറില്ല, താഴ്ത്തിയിടാറേ അല്ല. അത് കുറച്ചൊരു ബോധമുള്ളവനെ ചെയ്യുള്ളൂ കേട്ടോ. ഈ പറഞ്ഞ പണി ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, ഓന് കുറച്ച് ബോധം ഉണ്ടല്ലോ. കാരണം എപ്പോഴും അങ്ങനെ നടക്കണമെങ്കിൽ ഓനെ നടക്കുള്ളൂ. അല്ലാത്തൊക്കെ പള്ളിയിൽ വരുമ്പോ അതും കരയ്ക്ക് കയറിയിട്ട് അത് ശരിയാക്കാം. അല്ലാത്ത പരിപാടിയില്ല. എന്നാ ഞാൻ പറയുന്നത്, ഈ സുഹൃത്ത് അതാണ് പറഞ്ഞപ്പോഴേക്കും എന്നെ പോലത്തെ ആളുകളെ പിടിക്കാനാ ഞാൻ നിൽക്കണം. എനിക്ക് എപ്പോഴും കയറ്റി വെക്കണ ആളല്ലേ, അന്നെ കിട്ടണം. എന്നാ ഈ കുറച്ചൊരു ബോധമുള്ളവനായതുകൊണ്ട് എപ്പോഴും കയറ്റി വെക്കണം. അതാണോ അല്ലേന്ന് ഇപ്പൊ തെളിയിച്ചു ചെയ്യും. എപ്പോഴും കയറ്റി വെക്കണ ആളാണോ അല്ലേ ഇപ്പൊ ഞാൻ തെളിയിച്ചു തരാം. അല്ലെങ്കിൽ കളവ് പറഞ്ഞാണോ എന്ന് മനസ്സിലാവും. ഞാൻ ഒന്ന് അയച്ചിട്ടാ, അയക്ക് ആ തെര ഒന്നും അയച്ചിട്ടില്ല. ആ വീണ പൊടി ഉസ്താദ് ചോദിച്ചത് ചാണകത്തിന്റെ പൊടിയല്ല എന്ന് എന്റെ കുട്ടിക്ക് പറയാൻ പറ്റുമോ മോനെ? ധൈര്യം ഉണ്ട് എനിക്ക്. ചാണകത്തിന്റെ പൊടിയല്ല. കൂടെ നടന്നപ്പോ ഈ പാറിയ പൊടി, ഈ പൊടിയും കൊണ്ടല്ലേ അല്ലെ? പൊടിയൊക്കെ ഇങ്ങനെ പാറിയിട്ടുണ്ടാവും ശരീരത്തിലേക്ക്. അതിന് അസുഖമുണ്ട്, കാണാത്തത്. ഇത് കാണുന്നതാണല്ലോ. ഉണ്ട കൂടിയിട്ട് ഇങ്ങനെ കിടക്കുക. തൂക്കിയാൽ 1 ഗ്രാം പൊടി ഉണ്ടാവും. ഈ പൊടി ഇങ്ങനെ നിന്റെ ഈ ഇതിൽ കിടക്കുമ്പോ ഇത് ചാണകത്തിന്റെ പൊടിയാണെങ്കിൽ അല്ലാഹു സ്വീകരിക്കോ? നിസ്കാരം സ്വീകരിക്കോ എന്ന് ചോദിച്ചപ്പോ ഈ ചെറുപ്പക്കാരൻ നിന്ന് ഇങ്ങനെ വെറുക്കുകയാണ്. കാരണം എപ്പോഴും കയറ്റി വെക്കണോന്ന് ഈ അബദ്ധം ഉറപ്പാ.
എപ്പോഴും കയറ്റി വെക്കണം. അല്ലെ പിന്നെ ദിവസം മാറ്റുന്ന ഒരാളാവണം, എന്നാലും ഉണ്ടാവാം. ഞാൻ ചോദിക്കുന്നത് അതല്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ, എത്രയോ എഞ്ചിനീയർമാര്, എത്രയോ ഡോക്ടർമാര്, എത്രയോ ഹൈ ലെവൽ ഉദ്യോഗസ്ഥര് ഇതാ ഞെരിയാണിന്റെ മേലെ പാൻസ് ധരിക്കുന്നുണ്ട്. അവർക്കൊക്കെ എന്ത് കുറവാണുള്ളത്? നിങ്ങൾക്ക് അങ്ങനെ ഒരു പാൻസ് അനുഭവിച്ചു, എന്ത് കുറവാണുള്ളത്? ഇത് ചോദിക്കുമ്പോ ചെറുപ്പക്കാർ ചോദിക്കും, ഉസ്താദേ പിന്നെ പാൻസ് ഇടണോ? സ്വാഭാവികമാണ്. കുട്ടികളെ ആരാ നിങ്ങളെ പരിഹസിക്കുക? നിങ്ങൾ പറയേ. ഈ അങ്ങാടി പിള്ളേരോ? അവര് പരിഹസിക്കുന്നതിനാണോ നിങ്ങൾ മാറി നിൽക്കുന്നത്? അങ്ങാടി പിള്ളേരെ പേടിച്ചിട്ടാണോ? മാപ്പിളയുടെ ഡ്രസ് ധരിക്കാൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ തയ്യാറാവ്. ഇത് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിലാ മക്കളെ പറയുന്നത്. നാളെ നിങ്ങളെയും എന്നെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കണം എന്ന ഒരൊറ്റ ആ ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടാ ഞാനിത് പറയുന്നത്. നിർബന്ധമായും മാറ്.